Let us start our next chapter, Systems of Particles and Rotational Motion. ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് വരുന്നത് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. v is the linear velocity, omega is the angular velocity, and r is the distance to the point from the axis of rotation. Then we can relate v is equal to r omega. In vector form, vector v is equal to vector r cross vector omega. Then another important term in this chapter is torque, and torque is the rotational analog of force. It is the measure of rotating effect. ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ അനലോഗാണ്. ലീനിയർ മോഷനിൽ ഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ റൊട്ടേഷനിൽ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് ടോർക്ക്. ഇനി ടോർക്കിൻ്റെ ഇക്വേഷൻ ദറ്റ് ഈസ് ടോ ഈസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ വെക്റ്റർ ടോ ഈസ് ഈക്വൽ ടു വെക്റ്റർ ആർ ക്രോസ് വെക്റ്റർ എഫ് എന്നാണ്. ഒരു വസ്തുവിൻ്റെ റൊട്ടേറ്റിംഗ് ഇഫക്റ്റിനെ കാണിക്കുന്ന ടേമാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ക്വാണ്ടിറ്റിയാണ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെക്റ്റർ എൽ ദറ്റ് ഈസ് ഈക്വൽ ടു വെക്റ്റർ ആർ ക്രോസ് വെക്റ്റർ പി എന്നാണ്. ലീനിയർ മൊമെൻറ്റം ചെയ്യുന്ന കാര്യങ്ങൾ, ലീനിയർ മോഷനിൽ ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്ന പി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റൊട്ടേഷനിൽ ചെയ്യുന്ന ആളാണ് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെൻറ്റം. അതിൻ്റെ ഇക്വേഷൻ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എൽ ഈക്വൽ ടു ആർ പി സൈൻ തീറ്റ ആണ്. Then next is moment of inertia, that is the analog of mass, and I is equal to mr square, where m is the mass of the particle and r is the distance to the particle from the axis of rotation. Moment of inertia I equal to mr square. Then next is radius of gyration. Radius of gyration k is given by root of I by m, where I is the moment of inertia and capital letter M is the mass of center of mass. Then relation between torque and angular momentum. Torque is the rate of change of angular momentum. That is vector tau is equal to d by dt of L, or it is dl by dt. Rate of change of angular momentum that is equal to torque. This equation is the analog of vector f equal to dp by dt according to the second law, Newton's second law of motion. f equal to dp by dt എന്ന് പറയുന്ന ഇക്വേഷൻ്റെ അനലോഗ് ഇക്വേഷനാണ് ടോ ഈക്വൽ ടു dl by dt എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈ ചാപ്റ്ററിൽ രണ്ട് തിയറങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, പാരലൽ ആക്സിസ് തിയറം ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ ആദ്യത്തെ പാരലൽ ആക്സിസ് തിയറം ദാറ്റ് ഈസ് ഐ ഈക്വൽ ടു I0 പ്ലസ് എം എ സ്ക്വയർ. ഇനി ഈ ചിത്രത്തിൽ കാണിച്ച പോലെ ഐ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എനി പാരലൽ ആക്സിസ് ആണ്. I0 എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി എബൌട്ട് ദ ആക്സിസ് പാസിങ് ത്രൂ സെൻറ്റർ ഓഫ് മാസ് ആണ്. ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ബോഡി ആണ്, ആൻഡ് ദാറ്റ് ഈസ് ദി മാസ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്. എ എന്ന് പറയുന്നത് രണ്ട് ആക്സിസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ അതാണ് കൊടുത്തിട്ടുള്ളത്. ഐ ദാറ്റ് ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി എബൌട്ട് എനി പാരലൽ ആക്സിസ്. I0 ദാറ്റ് ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാസിങ് ത്രൂ സെൻറ്റർ ഓഫ് മാസ്. ദെൻ എം ഈസ് മാസ് ഓഫ് ദ ബോഡി, ഓർ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്, ആൻഡ് എ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ആക്സിസ്. ഇനി എന്താണ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്? തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി എബൌട്ട് എനി പാരലൽ ആക്സിസ്, അതായത് IA ഈസ് ഈക്വൽ ടു ദ സം ഓഫ്, നടുക്ക് പ്ലസ് വരുമ്പോൾ നമ്മൾ സം ഓഫ് എന്ന് പറയും, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി എബൌട്ട് ആൻ ആക്സിസ് പാസിങ് ത്രൂ സെൻറ്റർ ഓഫ് മാസ്, അതായത് I0, ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സിസ്. എം എ സ്ക്വയർ ആണ് ആ പറഞ്ഞത്.
അപ്പോൾ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് എനി പാരലൽ ആക്സിസ് ഇസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് an axis passing through center of mass and product of mass of the body and square of the distance between the two axes. അപ്പോൾ ഇതാണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. അടുത്തത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് 3 പെർപെൻഡിക്കുലർ ആക്സിസുകളാണ്. എക്സ്, വൈ, സെഡ്. വസ്തുവിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണ് ഐ എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ആണ് ഐ വൈ, ആൻഡ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ആക്സിസ് ആണ് ഐ സെഡ് എന്ന് പറയുന്നത്. അപ്പോൾ തിയറം പ്രകാരം ഏതെങ്കിലും ഒരു ആക്സിസിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാണണമെങ്കിൽ മറ്റ് 2 മൊമെൻ്റ് ഓഫ് ഇനർഷ്യകളുടെ സമ്മ് കണ്ടാൽ മതി. അതാണ് ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ളത്. ഐ എക്സ് ഈക്വൽ ടു ഐ വൈ പ്ലസ് ഐ സെഡ്, ഐ വൈ ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ സെഡ്, ആൻഡ് ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറയണത്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ എക്സ്, ദറ്റ് ഈസ് അബൌട്ട് എക്സ് ആക്സിസ്, ആൻഡ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് വൈ ആക്സിസ്. ദെൻ ഐ വൈ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെഡ് ആക്സിസ് ആണ് ഐ സെഡ് എന്ന് പറയുന്നത്. ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണിത്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ സ്റ്റേറ്റ് ദാറ്റ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എനി പെർപെൻഡിക്കുലർ ആക്സിസ് ഈസ് ഈക്വൽ ടു സം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് അതർ 2 പെർപെൻഡിക്കുലർ ആക്സിസ്. അപ്പോൾ അതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത്. 2 തിയറങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ.